നിർത്തണോ? ആ കുട്ടി കുട്ടി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ അത് പിന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. അയ്യോ മുഖത്തെന്താ ഒരു വാട്ടം? ഒന്നുമില്ല സർ. കള്ളം. വാട്ടം കണ്ട എസ് രാജേഷ് ഖന്ന അപ്പ തിരിച്ചറിയും. പറയൂ കുട്ടി. അത് സാറിന് വെറുതെ തോന്നുന്നതാ. ഇത് പിന്നെ വെയിൽ കൊണ്ട് വാടിയതാ. അങ്ങനെ പറയരുത്. സുന്ദരികളായ പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ പറയരുത്. പെൺകുട്ടികൾ എപ്പോഴും മുഖസൗന്ദര്യത്തെ കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണം. രാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകണം. പിന്നെ നാരങ്ങ രണ്ടായി മുറിച്ച് മുഖത്ത് പറ്റണം. ഏത് പാടും മാറും. ഈ എന്നെ നോക്കൂ. നേരം വെളുത്താലും ഇരുട്ടിയാലും ഓട്ടമാണ് ഓട്ടം. എന്ത് ചെയ്യാം? ഞാൻ കുറ്റവാളികൾക്ക് പേടിസ്വപ്നമായ ക്രൂരനായ ഒരു SI ആയി പോയില്ലേ? എങ്കിലും ഞാൻ മേക്കപ്പിന് സമയം കണ്ടെത്തും. കിടക്കുന്നതിന് മുമ്പ് ദിവസം ഞാൻ കണ്ണെഴുതി പൊട്ടുകുത്തിയെ കിടന്നുറങ്ങും. അയ്യോ അതെന്തിനാ? ഒരു സന്തോഷത്തിന്. സർ ഞാൻ പൊക്കോട്ടെ. അല്ല എവിടേക്കാ പോകുന്നത്? പിന്നെ ജവഹർ കോളനിയില. വണ്ടിയിലേക്ക് കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട സർ, ഞാൻ നടന്നു പോയിക്കോളാം. വേണ്ട, എന്നാ ഞാനും വരും. അയ്യോ വേണ്ട, ഞാൻ കേറിക്കോളാം. സാറ് കേറുന്നില്ല? പിന്നെ ഞാൻ പുറകെ കയറിക്കോളാം. കുട്ടി കയറും. വണ്ടി കയറോ? ഇന്നെങ്കിലും എന്നെ കയറ്റിക്കൊണ്ട് പോടാ. ഒരു ഓട്ടോ കിട്ടാൻ എന്താ വഴി? നിർത്ത് നിർത്തടോടെ ഇറങ്ങടാ. ഇറങ്ങട്. എന്താ സാർ? ഒറ്റ അടിയെന്ന്. വണ്ടി വരോ? ജീപ്പ് അവിടെ നിർത്ത്. അവിടെ നിർത്തടോ. കുട്ടി, ആ കുട്ടി എന്തേടോ? ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ആ കുട്ടിനോട് തേനും തൈരും കൂടി ചാലിച്ച് പെറ്റണ കാര്യം പറയാൻ മറന്നുപോയി. കുട്ടി, താൻ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കേരളത്ത് ഇടോ. അവിടെ അല്ല, അവിടെ ഇടോ. ഇതാണ് പറയണ. അവനോൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനോൻ ഇരുന്നില്ല, അവിടെ നായകരിക്കും. ഫോളോ മീ. ഒന്ന് അടങ്ങ് മനുഷ്യ, കൊണ്ടുവരുമല്ലോ. എടി ഞാനടങ്ങിയാലും എന്റെ വിശപ്പടങ്ങില്ലടി. വിശപ്പ് നിന്റെ അല്ലേ? എന്തായാലും എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. തുടങ്ങി ഇരിക്കുന്നുണ്ടല്ലേ രണ്ടും. ഹലോ, ഇതിലെ സദ്യ എവിടെ? കണ്ടില്ലേ രണ്ട് ഇല ഇട്ടിരിക്കുന്നേ? വാരി വലിച്ചു തിന്നോ. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? അപ്പൊ ഇത് പറ്റിപ്പാണെന്നറിയാലേ? നാണല്ലോ രണ്ടിനും ഇങ്ങനെ സമയാസമയം വന്നിരുന്ന് വെട്ടി വിഴുങ്ങാൻ. വാട്ട്? നത്തിങ്. വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞില്ലേ? ഇതുവരെയുള്ള ബില്ലൊക്കെ പേ ചെയ്തിട്ട് മതി ഇനിയുള്ള പണ്ടാര തീറ്റിയെന്ന മേഡത്തിന്റെ കൽപ്പന. അതിന് ഞങ്ങൾ ബിൽ പേ ചെയ്യുമല്ലോ. അതിന് ബിൽ പേ ചെയ്തിട്ട് കഴിച്ചാ മതി. ഒന്ന് പോടാ നിഗ്രഹം. അതറിയാൻ വഴിയില്ല. എഴുന്നേറ്റു. അപ്പൊ ഊണ് നമുക്ക് തെങ്കാശിന്ന് കഴിക്കാം. അതെവിടെയാ? ഇവിടെ അടുത്ത് അങ്ങനെ പേരുള്ളൊരു ഹോട്ടലുണ്ടെന്നേ. നല്ല ഉഗ്രം കാപ്പയും നല്ല വെടിക്കെട്ട് മീൻകറിയും കിട്ടും. എന്നാ പോയി മേടിച്ചിട്ട് വാ. കാശുണ്ടോ എന്റെ കൈ? എടി ഇതൊക്കെ സ്വപ്നം കാണുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇന്നും പട്ടിണി തന്നെ? അത് പട്ടിണി നീ, എനിക്ക് ഇലയെങ്കി ഇല. വിദേശത്ത് നിന്ന് ഇവിടെ വന്നിട്ട് പണിയിറക്കാൻ നോക്കുന്നു. അതും മലയാളിയോട്. അല്ല ഉഗ്രനൂണ്. അത് കിട്ടാതെ പോയി. തങ്കപ്പ, ഇവിടെ ആരുമില്ലെന്ന്. തങ്കപ്പ, ഇവരൊക്കെ എവിടെ പോയത്? തങ്കപ്പ,
ഞങ്ങളെ പൊക്കാൻ വന്നാണോ? എന്താ സാർ? ഇവിടെ ഫോറിനേഴ്സ് ആരെങ്കിലും താമസിക്കണ്ട. ഫോറിനേഴ്സ് കേട്ടിട്ടുള്ള പേര്. അതെന്താണ് സാർ? പോടാ, എന്നെ കളിയാക്കിയാലുണ്ടല്ല. ഏതെങ്കിലും ഒരു സായിപ്പും മദാമ ഇവിടെ താമസിക്കേണ്ടെന്നാ ചോദിച്ചത്. എന്റെ പൊന്നു സാറേ, ഇവിടെ ഒരു മദാമയും സാഹിബും താമസിക്കണില്ല. ഞാനും എന്റെ ഭാര്യ പൊന്നും മാത്രമേ ഉള്ളൂ. സാറിന് അത്രയ്ക്ക് എന്റെ വിശ്വാസമില്ല. സാറ് മുകളിൽ കയറി നോക്ക്. എന്റെ പൊന്നു സാറേ, സാർ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ആരും ഇല്ല. സാറിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ പറയരുത് സാർ. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി സാർ ഒന്നും കൂടി കയറി നോക്ക്. വേണ്ടടോ, വിശ്വാസമാണ് വലുത്. ഞാനിപ്പോ പോവാ. പക്ഷേ ഉണ്ടെന്നങ്ങനെ പറഞ്ഞാലുണ്ടല്ല, ഈ രാജേഷ് ഖന്ന സിംഹമാകും. സിംഹം. കാട്ടിലെ സിംഹാരാണെന്നറിയാലോ? ഇല്ല. അത് പുലിയാടാ, പുലി. അവനിനി ഇവിടെ എങ്ങനെ താമസിക്കാമെന്നാ എന്നെ വിവരം അറിയിക്കണം. എന്റെ നമ്പർ അറിയാലോ? മൈ ഫോൺ നമ്പർ ഈസ് 100. എന്റെ ദൈവമേ, പോലീസുകാര് വീട് വീടാന്തരം കയറി റെയ്ഡ് തുടങ്ങി. അനധികൃതമായി വിദേശികളെ താമസിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ മദാമ സാഹിബും എനിക്ക് ചെലവായ കാശ് എന്നിട്ട് പോയാ മതിയായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അയ്യോ, ആദ്യമായിട്ടൊന്ന് വൃത്തിയായി മലയാളത്തിൽ സംസാരിക്കാമോ? ചേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ ആ, അറിഞ്ഞത്. അങ്ങനെ പറ. ഏത് കാര്യം? കുട്ടിയുടെ കാര്യം. അതിനെനിക്ക് കുട്ടിയൊന്നും ഇല്ലല്ലോ. അയ്യോ, ആ കുട്ടിയല്ല, ഈ കുട്ടി. എന്തറിഞ്ഞെന്നാ? ഞങ്ങളെപ്പോലെ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുകയാണല്ലേ എന്നാര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. ചേട്ടനോട് കുട്ടി തന്നെയല്ലേ പറഞ്ഞേ? കുറച്ചേ പറഞ്ഞുള്ളൂവെങ്കിലും ചേട്ടൻ ബാക്കി മണപ്പിച്ച് കണ്ടെത്തി. പട്ടിയുടെ സ്വഭാവ അല്ലേ ചേട്ടന്? അങ്ങനെ എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക്. എന്നാലേ അത് അത്യാവശ്യമായിട്ട് മാറ്റാൻ പറയണം. അതെന്തിനാ? നല്ല ഒന്നാന്തരം തല്ലുകൊള്ളും. എന്നിട്ടേ പട്ടിയെ പോലെ മോങ്ങിക്കൊണ്ട് ഓടേണ്ടി വരും. ഇടയുന്ന എന്നാണല്ലേ? കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്? അതെ. പക്ഷേ രാധയുടെ ചേട്ടനെ പോലെ എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ആ, ഇരിക്കെ. അല്ല, ഞാൻ പോവുക. എങ്ങോട്ട്? മുറിയിലോട്ട്. എഴുന്നിട്ട് പോന്നേ. അയ്യോ, എന്തിനാ നിർത്തി വെക്കുന്നേ? എന്നിട്ട് അയ്യോ, പോ. വേണ്ട. പോലെ. അയ്യോ. ഈശ്വര, രക്ഷപ്പെട്ടു. ആ മദാമ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അമ്മേ, നല്ല കനമുണ്ട്. നിറയെ പൂത്ത മണമായിരിക്കും. ഇന്ത്യ മുഴുവൻ കറങ്ങാൻ വന്നല്ലേ, ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും. അയ്യേ, ഡോളറും ഇല്ല, റോളറും ഇല്ല. കൂതറ മദാമയും നീഗ്രോയും. ഇതിലും ഒന്നുമില്ല, പേഴ്സും കൂടി വെക്കാത്ത ശവങ്ങള്. ഫോട്ടോ. അയ്യോ, നല്ല പരിചയമുള്ള മുഖങ്ങള്. ഇത് കാളസംഗീതക്കാരൻ മാധവനും ഭാര്യയല്ലേ? ആൾമാറാട്ടം നടത്തി പറ്റിക്കുമായിരുന്നുല്ലേ? എടാ മാധവ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. മാഡം, ഇത് കണ്ടോ? സത്യമാണോ? ഇതാ മാധവന് ഭാര്യയാണോ? അവരാണോ പറ്റിക്കാൻ വന്നത്? അതെ. അയ്യോ, എന്റെ കാശ് മുഴുവൻ തൊലഞ്ഞു. വിഷമിക്കാതെ മാഡം, കഴിച്ചത് മുഴുവൻ തികട്ടിച്ചുകൊണ്ട് നമുക്കവരെ ഇപ്പൊ തന്നെ തുരത്തിക്കാന്നേ. എങ്ങനെ? ദേ, അത് കണ്ടോ? എന്ത്? ദാ, ഈ വിമ്മ് തന്നെ വഴി. ഇളകട്ടെ, ശരിക്കിളകട്ടെ. ഇളകി ഇളകി ഓടണം. ആ, സായിപ്പിനും മദാമയ്ക്കും പതിവുള്ള പാലും മുട്ടയും കഴിക്കേണ്ട നേരമായി. പാല് തന്നെ കലക്കാം. ഐഡിയ. ആ, ഗ്ലാസ് ഒഴിച്ചു.
കൊണ്ടുവയ്ക്കാം. വാ. എടാ രമണ, നീ ഇത് കണ്ടോ? ആ. കൃത്യമായിട്ടാണ് ഞാൻ അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. കാശ് കിട്ടാതെ ഇവറ്റകളൊക്കെ തീറ്റി പോറ്റിട്ട് എന്ത് കിട്ടാനാ തങ്കപ്പെണ്ണ? നീ ആ പറഞ്ഞത് നേരാണ്. ആ സായിപ്പും മദാമയും വെറും പിച്ചക്കാരാണെന്ന് തോന്നുന്നു. ആ, ഇനി എന്തായാലും അവന്മാരെ എന്റെ ചെലവില് കേരള പാലും കേരള മുട്ടയും കഴിക്കണ്ട. ആഫ്രിക്കയിൽ പോയിട്ട് അവന്മാരുടെ ചെലവിൽ ആഫ്രിക്കൻ പാലും ആഫ്രിക്കൻ മുട്ടയും കഴിക്കട്ടെ. ആ അതാണ്. ആ. അപ്പൊ ഈ പാലോ? ഈ പാല് ഞാൻ കുടിക്കുന്നു. ഒരു ഗ്ലാസ് വേണമെങ്കിൽ നീയും കുടിച്ചു. ഓ കുടിച്ചോടാ. ഈ മുട്ട പോക്കറ്റ് ഇട്ടോ, പുറത്തോട്ടേ കഴിക്കാം. ആ, പുറത്തേക്ക്. ചേട്ടൻ ഇത് ഒറ്റയ്ക്ക് മുഴുവൻ കുടിച്ചിട്ടാണോ പോയെ? എച്ചി സ്വഭാവം ഇങ്ങേർക്ക് ഇതുവരെ മാറിയിട്ടില്ല. ദേ അവള് കുടിച്ചിട്ട് പോയി. തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ല ദരിദ്രവാസികള്. ഇനിയിപ്പൊ കാണാൻ പോകില്. എന്താ ഇവിടെ ഒരു ബഹളം? എനിക്കറിയില്ല. വാ നോക്കാം. അയ്യോ, എടാ രമണ, അവിടെ കിടന്ന് മരണത്തിനെ കാണിക്കാതെ ഓടി വാ. അയ്യോ, ചക്കന് വെച്ചത് കൊക്കിന് കൊണ്ടാ. കൊക്കിനല്ല കൊണ്ടത്, മാഡത്തിന്റെ ഭർത്താവ് തങ്കപ്പേട്ടനെ കൊണ്ടത്. എന്റെ ഈശ്വരാ. അയ്യോ, എടാ രമണ, മുകളിലത്തെ 2 ടോയ്ലറ്റ് വാളുണ്ട്, അവിടെ നോക്കണ്ട. ഇനി ഒരു വഴിയേ ഉള്ളൂ, ഓപ്പൺ എയർ. വാ. അയ്യോ, കൂട്ടങ്ങള് കാണിച്ചാലും ഞാൻ ഒരു ബാഗ് എടുത്തിട്ട് പോ. കിടക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങാ. എന്താടാ നിന്റെ പേര്? തങ്കപ്പേട്ട, ഇനി നീ ഈ പരിസരത്ത് വന്നാൽ നിന്നെ തല്ലിക്കൊല്ലും. നീ ഇവിടെ കിടന്ന് എന്താണ് നിന്റെ പേര്? സാനിയ. അടിച്ച് നിന്നെ ബുൾസിയാക്കും. കറക്റ്റ് പേര് പറയടി. രാധ. മേലാൽ ഈ പരിസരത്ത് വന്നിട്ടല്ല നിന്നേക്കാ മുട്ടുകാലിയല്ലേ അടിക്കും കേട്ടേ. ഈ രാജേഷ് ഖന്നയുടെ സ്റ്റേഷൻ പരിധിയിലെ ആക്രമണം ആരുടെ പ്രശ്നക്കാരൻ? സാർ, ഞങ്ങളൊന്നുമല്ല, ഇവരാ പ്രശ്നക്കാരി. ആ, എന്നെ കണ്ടിട്ട് പുറംതിരിഞ്ഞേക്കടാ. നേരേക്കടാ. എന്താടാ പുറംതിരിഞ്ഞേക്കണത്? നേരേക്കടാ. ഇവന്റെ കണ്ണുമൂക്കൊക്കെ എവിടെ? കുറച്ചു നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആ സാറേ, ഇവൻ ബിഗ് വെച്ച് മറച്ചു വെച്ചിരിക്കാൻ. എവിടെ പോവാ സായിപ്പും മദാമയും കൂടി? സാറേ, ഇത് സായിപ്പ് മദാമയൊന്നും അല്ല. ഇത് മാധവൻ, ഇത് രാധ. കള്ളപ്പേരിൽ വന്നിരിക്കുവാ. പൊന്നു സാറേ, ഞങ്ങളെ ഇവര് പറ്റിച്ചു. എന്നാ ആര് പറഞ്ഞു? നിങ്ങൾ ആ പറ്റിപ്പ് ചോദിച്ചു വാങ്ങിച്ചല്ലേ? ഇവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേഷന്മാരെ ഇറക്കി. നിങ്ങൾ അവരെ പോലുള്ളവരെ പറ്റിക്കാൻ ബിരുദം കൊണ്ട് ഇറക്കി. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ 2 പേരെ കസ്റ്റഡിയിൽ എടുക്കാറുണ്ട് കേട്ടാ. പക്ഷേ തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ കാക്കിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ട്, മനുഷ്യത്വമുണ്ട്, മനസാക്ഷിയുണ്ട്. അതുകൊണ്ട് 2 കൂട്ടർക്ക് ഇത്തവണ ഞാൻ മാപ്പ് വന്നിരിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഞാനൊരു സിംഹം, ഗർജിക്കുന്ന സിംഹം. കാട്ടിലെ സിംഹം ആരാണെന്ന് അറിയാടാ? പുലിയാടാ, പുലി. ഇനി ഇത് ഡിപ്പാർട്ട്മെന്റിനുള്ളതാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. മൈ ഫോൺ നമ്പർ ഈസ് 100 100. ഹലോ, യെസ്, ടൈഗർ എസ് ഐ രാജേഷ് ഖന്ന സ്പീക്കിംഗ്. പോലീസ് സ്പെഷ്യൽ സ്ക്വാഡിൽ നിന്നാണ് സാർ. അവരെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയുണ്ട്? ടൗണിലുള്ള കൃഷ്ണ എന്റർപ്രൈസസിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ടുണ്ട്.
അല്ലെങ്കിലും അവൾ ഇത്തിരി ഓവറാണ്. വണ്ടി എടുത്തോ. എന്താ സാർ? അതൊക്കെ പറയാം. വണ്ടി റിവേഴ്സ് ഇടോ. ഒന്ന് വേഗം വിടോ. സാർ കാര്യം എന്താ വെച്ചാ പറ. ഞാൻ കാര്യം പറഞ്ഞാലും വണ്ടി വേഗം വിടുവല്ല. അങ്ങനെയൊന്നുമില്ല. എന്നാ വേഗം വണ്ടി വിട്. മാഡം സാറ് പുറകെയുണ്ട്. സ്പീഡ് വിട്ട് നിർത്തണ്ട മാഡം. നിർത്തിയാ പിന്നെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കും അല്ലേ? അതെ അതെ, വേഗം വിട്ടോ. ചവിട്ടി വിട്. 5 ഗിയറേ ഉള്ള ഇതിന്. പോട്ടെ, അങ്ങനെ പോട്ട്. എന്താ രാജി ഇത്? ഇപ്പൊ ഇടിച്ചു തെറിപ്പിച്ചാനല്ലോ. എന്താ സാറേ ഇത്? ഇയാള് സംസാരിക്കണ്ട. ഞാൻ എന്റെ ഭാര്യയോടെ സംസാരിച്ചത്. കാര്യം ഉഷ മാഡം സാറിന്റെ ഭാര്യയൊക്കെ തന്നെ. പക്ഷെ ഈ കൊള്ളക്കാരെ ചേസ് ചെയ്ത് പിടിക്കുന്ന പോലെ സ്വന്തം ഭാര്യയെ ചേസ് ചെയ്ത് പിടിച്ചത് തീരെ ശരിയായില്ല സാറേ. എടോ, അതാടോ എന്റെ ഒരു സ്റ്റൈല്. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? അധർമ്മം കണ്ട ഞാൻ ചോദിക്കും സാറേ. അധർമ്മം കണ്ട ചോദിക്കാൻ നീ ആര്? ധർമ്മനാ? ആ ധർമ്മ ഒറ്റ അടി വെച്ചല്ലേ? രാജിക്ക് ഇപ്പൊ എന്താ വേണ്ടത്?